നമസ്കാരം പ്രിയമുള്ളവരെ. നായർ സർവീസ് സൊസൈറ്റി എക്കാലവും ജനനന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മന്നത്ത് പത്മനാഭൻ എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. ഹൈന്ദവ സഹോദരങ്ങൾക്കെല്ലാം കൂടി വിശിഷ്യ നായർ സമുദായത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയത്. ഒരു നിലവിളക്ക് കൊളുത്തി മന്നം ആരംഭിച്ച ഈ പ്രസ്ഥാനം, മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ച ഈ പ്രസ്ഥാനം വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടിയും ചടുതുലതയോടും കൂടി ആരംഭിച്ചതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഇന്ന് പലർക്കും അവിടെ പോയിരുന്ന് നിരങ്ങാനും പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ തന്നെ ആദരിക്കുന്ന പോലെ മറ്റൊരാളെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച മന്നത്ത് പത്മനാഭൻ്റെ പിൻഗാമികളാണ് NSS ഉള്ളതെന്നാണ് എല്ലാ ഇതര സമുദായക്കാരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നായന്മാരെ വിമർശിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾ വ്യക്തിപരമായി പലരെയും എനിക്കറിയാം. ഒരു ദീപം തെളിയിച്ചുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചെങ്കിൽ മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തി ഒരു ദീപം തെളിച്ചുകൊണ്ട് പെരുന്നയിൽ നിന്ന് ആരംഭിച്ചെങ്കിൽ അതേ പെരുന്നയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് TKG നായർ ഭദ്രദീപം തെളിച്ചുകൊണ്ട് നായർ കമ്മ്യൂണിറ്റി കളക്റ്റീവ് എന്ന ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിയിലെ തെറ്റുകളെ ഉന്മൂലനം ചെയ്ത് നായർ സർവീസ് സൊസൈറ്റിയെ നല്ല ക്ലീനായി നല്ല സുതാര്യതയോടുകൂടി ഈ സമൂഹത്തിന്, ഈ സംസ്ഥാനത്തിന്, ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കളക്റ്റീവ് മെൻസിൻ്റെ ഒരു രീതിയാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് അഡ്വക്കേറ്റ് TKG നായർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പെരുന്നയിൽ ആരംഭിക്കാൻ പോകുന്ന ഇന്നലത്തെ ഈ യോഗത്തിലേക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. ആ ഹോട്ടൽ വളരെ കൃത്യമായി മന്നത്തെ പെരുന്നയിലെ ഇപ്പോഴത്തെ നേതാവ് പോയി പറഞ്ഞതനുസരിച്ച് അവിടുന്ന് മാറ്റി. പക്ഷേ അവർ മാറ്റിയെടുത്തത് ഈ പറഞ്ഞ സുകുമാരൻ നായരുടെ വീടിരിക്കുന്ന വാർഡിലായിരുന്നു. ഒരു ഹോട്ടലിലാണ് യോഗം നടത്തിയത്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൊണ്ട് ആ യോഗം സമ്പന്നമായെന്ന് മനസ്സിലാക്കുക. അവരുദ്ദേശിക്കുന്ന ഒരു ദീപം, ഒരു ദിശ, ഒരു ലക്ഷ്യം, ഒരു കുടുംബം, ഒരു സമൂഹം, യൂണിറ്റി, ഹെറിറ്റേജ്, എംപവർമെൻറ്റ്, പ്രോഗ്രസ്, നായർ കമ്മ്യൂണിറ്റി കളക്റ്റീവ്. ഇതാണ് അവരുടെ ആപ്തവാക്യം. അവർ സുകുമാരൻ നായരെ വെളിയിറക്കി വിടണമെന്ന് പറഞ്ഞിട്ടില്ല. സുകുമാരൻ നായരെ വിട്ടിരുന്നോട്ട് ഒരു വസ്തു ഇരുന്നിരുന്നിരുന്ന് ചീഞ്ഞാൽ ആ പൊതുസമൂഹത്തിന് ഗുണമാകും, വളമാകും എന്ന് പറഞ്ഞാൽ ഇവരത് വളമാകില്ല. ഈ വളം ദുഷിച്ചതായതുകൊണ്ട് ആ ചുറ്റുപാട് കൊണ്ട് ദുഷിക്കപ്പെടും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചില വസ്തുക്കൾ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു മരം നട്ടു, തെങ്ങ് നട്ടാൽ ആ തെങ്ങ് നശിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പൊടിഞ്ഞ് മറ്റുള്ളവന് വളമാകാം. പക്ഷേ ചില തെങ്ങുകൾ ചീഞ്ഞു കഴിഞ്ഞാൽ, മണ്ട ചീഞ്ഞ് താഴെ അറ്റം വരെ ഒരുതരം പുഴുക്കളൊക്കെ കയറി അവിഞ്ഞു കഴിഞ്ഞാൽ അത് ദുർഗന്ധമായിരിക്കും വമിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ എന്നായിരിക്കും ഇവർ വിചാരിക്കുന്നത്. ഇവരെന്തിനൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന എങ്ങനെ ഘടനാപരമായി പ്രവർത്തിക്കുന്നു എന്നത് ഓരോ നായർ സമൂഹം അംഗത്തെയും പരിചയപ്പെടുത്തുകയാണ് അവർ ഒന്നാമത്തെ ലക്ഷ്യം. സമൂഹങ്ങളിലൂടെ ഒരേ നായർ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. കരയോഗങ്ങളുടെയും യൂണിയനുകളുടെയും NSSൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളും കൊണ്ടുവരാൻ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കുറേ അക്ഷരത്തെറ്റുകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വിൽക്കേണ്ടി വന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഒരു ദീപത്തിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ കടുത്ത അനുയായി എന്നറിയപ്പെടുന്ന TKG നായർ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ ദോഷങ്ങളെയും ഹൈക്കോടതിയിൽ വർഷങ്ങളായി വിമർശിക്കുകയും വർഷങ്ങളായി കോടതിയിൽ വ്യവഹാരം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ TKG നായർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടാകുന്നു എന്നുള്ളത് അറിയുമ്പോൾ പൊതുസമൂഹത്തിന് മുഴുവൻ സന്തോഷമായിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഏകദേശം 1.5 മണിക്കൂറോളം ഇൻ്റർവ്യൂ ചെയ്തു. എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ പേര് കണ്ട 2 വീഡിയോ. അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ അന്ന് അതിനെല്ലാം പറഞ്ഞു. 1 വർഷത്തോളം ആകുന്നു ആ വീഡിയോ ചെയ്തിട്ട്. നാളിതുവരെ അന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഒന്നും ഖണ്ഡിക്കത്തക്ക രീതിയിൽ ഒരു ഇൻ്റർവ്യൂ തരുവാൻ ഏറ്റവും കൂടുതൽ നായർ സർവീസ് അംഗങ്ങൾ 1-ാം നമ്പർ കരയോഗം തൊട്ട് പല കരയോഗങ്ങളുള്ള തട്ട് എന്ന പ്രദേശത്ത് അടുത്ത് താമസിക്കുന്ന എനിക്ക് ഇതുവരെ ഒരു നായരെയും കാണാൻ പറ്റിയില്ല. ഒരു നായർ മാത്രം എന്നോട് പറഞ്ഞത് പുഴുത്ത പല്ല് കുത്തിമണപ്പിക്കരുത്. ഞാൻ പറഞ്ഞു പുഴുത്ത പല്ല് എടുത്തു കളയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. കാരണം മന്നത്തെ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും അവർക്ക് വേണ്ടി തട്ടയിൽ സ്ഥാപിച്ച ഒരു ക്ഷേത്രം വരെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവസ്ഥകളെ പറ്റിയൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രം. എന്തായാലും മറ്റു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എത്രയൊക്കെ ട്രേഡ് യൂണിയൻ, എത്രയെത്ര യൂണിയനുകൾ, എത്രയെത്ര താലൂക്ക് യൂണിയനുകൾ, എത്രയെത്ര ആൾക്കാർ ഈ വിഷയത്തിൽ സുകുമാരൻ നായരോടൊപ്പം നിന്നാൽ പോലും ഗണേശൻ എന്ന് പറയുന്ന വ്യക്തിയെ നായർ സമുദായത്തിൽ നിന്ന് എടുത്തു കളയാൻ ഒരു നായർക്കും സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഗണേശൻ എന്ന KB ഗണേഷ് കുമാറിനോട് വ്യക്തിപരമായി വളരെയേറെ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ
ഇപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണെന്നിരിക്കെ ആ സത്യം എന്നും നിലനിൽക്കുന്നത് കൊണ്ട് ഗണേശൻ പറഞ്ഞ സത്യം അദ്ദേഹത്തിന്റെ കരയോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ നിഷ്കാസിതനായാൽ പോലും NSSന്റെ ഒരായുസ് മൊത്തം ലൈഫ് മെമ്പറാണ് അദ്ദേഹം. ആയൂർ മെമ്പർ അല്ലെ ആയുഷ്കാല മെമ്പറാണ് ഗണേശൻ, KB ഗണേഷ് കുമാർ. ആ KB ഗണേഷ് കുമാറിനെ എടുത്തു കളയുവാൻ NSSന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി കഴിയില്ല എന്നുള്ള സത്യം. NSSലെ കരയോഗത്തിന്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എത്ര പേർക്ക് NSSകാർക്ക് അറിയാം NSSലെ ഒരു ലൈഫ് മെമ്പർഷിപ്പ് ഉണ്ട് എന്നും അതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണമെന്നും അറിയാവുന്ന എത്ര നായന്മാർ ഈ സമൂഹത്തിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ആരുമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് സങ്കടകരമായ കാര്യം തോന്നി. ഓണം ഫെസ്റ്റിവൽ സംബന്ധിച്ച് ചങ്ങനാശ്ശേരിയിലെ കഫേ, പത്മ കഫേ, അതായത് നായന്മാർ സ്ത്രീകളെ കൊണ്ട് മറ്റുള്ളവരുടെ എച്ചിൽ പാത്രം എടുപ്പിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ NSS. ആ പരിപാടി ലോകം മുഴുവൻ AEയുടെ മുമ്പിലേക്ക് പോകുമ്പോഴും നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. അടുക്കള വിപ്ലവത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്ത്രീകളെ കൊണ്ട് മറ്റുള്ളവരുടെ എച്ചിൽ തേപ്പിക്കുകയും എടുപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയ AE സംസ്കാരമാണ് NSSനുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയട്ടെ, ആ പെരുന്നയിലെ പത്മ കഫേക്കാർ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ സാറിനെ കണ്ടിട്ട് അതിൻ്റെ കൂപ്പൺ പത്മ കഫേ പെരുന്ന പൊന്നോണം 2026 NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ അടുത്ത് 4 ബഹുമാന്യരായ നായർ സമുദായങ്ങൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. ഇദ്ദേഹം അവിടെ ഒരു കസേരയിൽ കാലും കയറ്റിയിരിക്കുന്നു. ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോൾ, ഒരു നല്ലത് തുടങ്ങുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നവൻ ആരെ നിലവിളക്ക് എത്തിക്കുമ്പോഴും ഒരു കർമ്മം നിർവഹിച്ച് അതിനെ പ്രചാരണായുധമാക്കി മുൻപന്തിയിൽ എത്തിച്ച് അതിൽ ലാഭം വീണമെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അത് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ കൂപ്പൺ ഉദ്ഘാടനം ചെയ്യാനുള്ള മര്യാദ പോലും ഇല്ലാത്ത മാടമ്പിയായി മാറി സുകുമാരൻ നായർ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അഹന്ത നിങ്ങൾ ഓർക്കണം. നായർ സമുദായങ്ങൾ പുറത്തേക്ക് വിട്ട ഫോട്ടോയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഓഫീസിൽ വെച്ചാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അനീഷ് മുതൽ കുറേ ആൾക്കാർ, അനീഷ് എന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അതിനകത്ത് തമ്പടിച്ച് വീർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു കാര്യം ചോദിക്കാതെ പോകുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. NSSന് ഒരു പുതിയ സെക്രട്ടറി വന്നിട്ടുണ്ട്, ഏറ്റവും ജൂനിയറായ സെക്രട്ടറി. അദ്ദേഹത്തിന് അവിടെ ആ സ്ഥാനം കിട്ടിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. കുറേ അംഗങ്ങൾ പ്രായം കൊണ്ടും തലച്ചോറ് കൊണ്ടും തലമുടി നരച്ചുകൊണ്ടും പ്രാമുഖ്യം നേടി പ്രചാരണത്തിൽ മുൻപന്തിയുള്ള സുകുമാരൻ നായരെ സുഖിപ്പിച്ചിരിക്കുന്ന ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ. നിങ്ങളെ ആരെയും സെക്രട്ടറി ആക്കാതെ ഏറ്റവും ജൂനിയറായ ഒരു മനുഷ്യനെ, ഒരു കോളേജ് അധ്യാപകനെ എങ്ങനെ അവിടുത്തെ സെക്രട്ടറിയായി എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിന് പോലും ചോദ്യം ചെയ്യാൻ ഞാനാണല്ലോ മൂത്തത്, അത് എനിക്കെന്ത് തന്നൂടാ, അല്ലെ ഏറ്റവും സീനിയർ ആയാലും കൊടുക്കണ്ടേ, അതല്ലേ നടപടിക്രമങ്ങൾ ചോദിക്കാൻ പോലും ഒരു നാക്ക് പൊങ്ങാത്ത ആൾക്കാരാണ് ഈ ഡയറക്ടർ ബോർഡ് ഭരിക്കുന്നതെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.